ഹായ്. നമ്മുടെ മലയാള സിനിമയുടെ മികച്ച 3 നടന്മാരാരാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ പ്രേം നസീർ, അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക. ഈ 3 പേരും മലയാളത്തിലെ എവർഗ്രീൻ സ്റ്റാർസാന്ന് പറഞ്ഞാൽ അതിലൊരു സംശയമില്ല. പക്ഷേ ഈ 3 പേരെ വെച്ചിട്ട് എന്നോട് ചോദിക്കാം, നിങ്ങൾക്ക് ആരെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെ അഭിനയമാണ് ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ടതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ സ്വാഭാവികമായിട്ട് പറയും മമ്മൂക്ക എന്ന്. അത് ഞാനൊരു മമ്മൂക്ക ഫാനായതുകൊണ്ട് പറയല്ല, അതിനുള്ള ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള മറുപടി കൂടി ഞാൻ പറയാം. കാരണം വെറുതെ ഞാനൊരു ഫാനാണെന്ന രീതിയിൽ ഞാനൊരു പറഞ്ഞിട്ട് കാര്യമല്ലോ. നമുക്ക് ആദ്യം നമ്മുടെ പ്രേം നസീർ സാറിനെ എടുക്കാം. അദ്ദേഹം ഒരുപാട്, സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള മമ്മൂക്കയും ലാലേട്ടനും വെച്ച് നോക്കുമ്പോൾ അവരെക്കാൾ കൂടുതൽ സിനിമ അഭിനയിച്ച, അതും ഏറ്റവും കൂടുതൽ നായകനായിട്ട് അഭിനയിച്ച ഒരേ ഒരു വ്യക്തി നമ്മുടെ പ്രേം നസീർ സാറാണ്. കാരണം അന്ന് പറയുമ്പോൾ ഒരു മാസം തന്നെ ചിലപ്പോൾ ഒരുപാട് സിനിമകൾ ഷൂട്ടുണ്ടാവും. അത് ഒരു സെറ്റിൽ നിന്ന് മറ്റു സെറ്റിൽ അങ്ങനെ ഒരു നിർത്താതെ ഷൂട്ട് ചെയ്ത്, അതും ചെറിയ 10-15 ദിവസത്തിനുള്ളിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമകളായി. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ചിലപ്പോൾ ഒരു കൊല്ലാവും, മാസങ്ങളാവും, ദിവസങ്ങൾ, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അത് ടെക്നിക്കലായിട്ട് ഒരുപാട് മാറ്റങ്ങൾ, സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ. അന്ന് ഒരേ സ്റ്റൈലിൽ അഭിനയിക്കുക, ഒരേ രീതിയിലെ ഡയലോഗ് എങ്ങനെയാണ്. പക്ഷേ ഈ പ്രേം നസീർ സാർ എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഒരിക്കലും ഒരു മാറ്റം വന്നിട്ടില്ല. അദ്ദേഹം ഏത് കഥാപാത്രമായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരേ സെയിം ശൈലിയിലാണ് അദ്ദേഹം സംസാരിക്കാറ്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച നടന് എപ്പോഴും വേണ്ടത് നമ്മുടെ ഭാഷാ ശൈലി മാറ്റുക, നമ്മുടെ രൂപങ്ങൾ മാറ്റുക, അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം അതിലൊരു എന്താ പറയുക, ആ ഒരു കാര്യത്തിൽ അദ്ദേഹം ഒരുപാട് പോരായ്മയുണ്ട്. ഞാനിതൊരു അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടി പറയുന്നില്ല, പക്ഷേ ഈ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ അത് നമുക്കൊരു ഫുള്ളായിട്ട് അദ്ദേഹത്തെ ഒരു എന്താ പറയുക, ആ കാര്യത്തിൽ ഓക്കെ എന്ന് പറയില്ല. ഇനി ലാലേട്ടനെ കുറിച്ച് പറയാം. ലാലേട്ടനാണെങ്കിൽ ഒരുപാട് ഇപ്പോൾ മലയാള സിനിമയിൽ അദ്ദേഹം നമുക്ക് മുമ്പിൽ കഴിവ് തെളിയിച്ച് ഒരുപാട് ഇതുണ്ട്. അദ്ദേഹം ഫൈറ്റ് ചെയ്യും, ഡാൻസ് ചെയ്യും, കോമഡി ചെയ്യും, ആക്ഷൻ ചെയ്യും, സെൻറ്റിമെൻറ്റ് എല്ലാം ചെയ്യും. പക്ഷെ എല്ലാത്തിലും അതിൽ നമുക്ക് ലാലേട്ടൻ, അതായത് ഏത് സിനിമ എടുത്താലും നമുക്ക് ലാലേട്ടൻ്റെ സെയിം ഒരു രീതിയിലുള്ള, അതായത് ലാലേട്ടൻ എപ്പോഴും എന്താണ് കാണിക്കാറ് വെച്ചാൽ അദ്ദേഹമായിട്ട് ആ കഥാപാത്രത്താണ് മാറ്റാറാണ്. അതായത് ഇപ്പോൾ അദ്ദേഹം ഒരു പോലീസാണെങ്കിൽ ലാലേട്ടൻ എങ്ങനെ പോലീസ് ചെയ്താൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അദ്ദേഹം തന്നെയാണ് നമുക്ക് ഒരു മാറ്റം തോന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് കളക്ഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം തന്നെയാണ് മികച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുക. അതുകൊണ്ട് ആ കാര്യത്തിൽ അദ്ദേഹം തന്നെയാണ് മികച്ചത്, അതിലൊരു സംശയമില്ല മറ്റുള്ള താരങ്ങളെ വെച്ചിട്ട്. പിന്നെ അത് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഏത് ക്യാരക്ടർ ചെയ്താലും അദ്ദേഹം തന്നെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി നേരെ വെച്ചാൽ മമ്മൂക്കയാണെങ്കിൽ മമ്മൂക്കയ്ക്ക് ചില പരിമിതികൾ, അതായത് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഡാൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് ചിലപ്പോൾ അറിയാം, അല്ലെങ്കിൽ പാട്ട് പാടാൻ, ഇത് രണ്ടും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അതൊരു പെർഫെക്ഷനായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നാതിരിക്കാം. പക്ഷെ ബാക്കിയുള്ള സെൻറ്റിമെൻറ്റലായിക്കോട്ടെ, കോമഡി ആയിക്കോട്ടെ, ആക്ഷൻ ആയിക്കോട്ടെ, മറ്റുള്ള ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ മേഖലയിലും അദ്ദേഹം നമ്പർ 1 ആണ്. അത് നമുക്ക് ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന വേറെ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, നമ്മൾ മമ്മൂക്ക ചെയ്യുന്ന, ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരുപാട് പോലീസ് ക്യാരക്ടർ ചെയ്ത് അദ്ദേഹം ഒരിക്കലും ഒരു രൗദ്രം ചെയ്ത അതേ സെയിം പാറ്റേണിലാവില്ല അദ്ദേഹം രാക്ഷസരാജാവ് ചെയ്ത അതേ ഇതിലാവില്ല അദ്ദേഹം ആവനാഴ് ചെയ്ത അല്ല ഇൻസ്പെക്ടർ ബൽറാം ചെയ്ത് പല രീതിയിൽ പല ക്യാരക്ടറും അദ്ദേഹത്തിനും. അതുപോലെ തന്നെ CBI ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, അതുപോലെ ദി ട്രൂത്തിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള CID ആയിട്ടും അല്ലാതായിട്ടും ഒരുപാട്. ഇനി അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു നാടൻ കഥാപാത്രമാണെങ്കിൽ അതങ്ങനെയായിട്ട് അദ്ദേഹം വില്ലനാണ്. ഈ അടുത്തൊക്കെ വന്ന ബ്രഹ്മയുഗ അദ്ദേഹം സ്റ്റേറ്റ് അവാർഡ് വാങ്ങി അദ്ദേഹം പൊളിച്ച് നടക്കുകയാണ്. പിന്നെ അദ്ദേഹം സെൻറ്റിമെൻ്റലായിട്ട് കോമഡി ആണെങ്കിൽ വേറെ രീതിയിൽ, പിന്നെ അത് ശബ്ദങ്ങൾ രാജമാണിക്കായാലും എന്താണ് നമ്മുടെ പുത്തൻ പണായാലും പ്രാഞ്ചിയേട്ടനായാലും അതുപോലെ തന്നെ വാത്സല്യമായാലും, അങ്ങനെ എണ്ണിയാ തീരാത്ത രീതിയിലുള്ള കഥാപാത്രം നമുക്ക് അത് ഇന്ന ആൾ അവിടെ അങ്ങനെ ഒരാളുണ്ട് നമുക്ക് തോന്നിപ്പോകും. അതായത് ഇപ്പോൾ അദ്ദേഹം പ്രാഞ്ചിയേട്ടൻ ചെയ്യണം, നമുക്ക് ഇങ്ങനെ ഒരാൾ ആ ഏരിയയിലുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. വാത്സല്യം കാണുമ്പോൾ ഇങ്ങനെ ഒരാൾ, ഒരു കൃഷിക്കാരൻ നമ്മുടെ അടുത്തുണ്ട് എന്ന് തോന്നിപ്പോകും.
അങ്ങനെ ഓരോ കഥാപാത്രം അദ്ദേഹം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരാളുണ്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് മമ്മൂക്ക. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് നമ്മൾ ഇത്രത്തോളം ഇഷ്ടം. പിന്നെ നമുക്ക് അദ്ദേഹം ചെയ്യുമ്പോൾ ഒരു പിന്നെ മാത്രമല്ല, അദ്ദേഹം വരുമ്പോഴാണ് നമുക്കൊരു സ്റ്റാർ, ഒരു മെഗാ സ്റ്റാർ നമ്മളെ മുമ്പിൽ വരുന്ന ഒരു ഫീലിംഗ് കിട്ടുന്നത്. അദ്ദേഹം എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഓറ ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിലൊരാൾക്ക് സംശയം, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലൊന്നും ആർക്കും സംശയം, ആരും താഴ്ത്തിക്കെട്ടി പറഞ്ഞതല്ല, പക്ഷേ ഇതാണ് സത്യാവസ്ഥ. എല്ലാവർക്കും അവരുടേതായ പോരായ്മകൾ ഉണ്ടെങ്കിൽ കൂടിയും നമുക്കൊരു സിനിമ കാണുമ്പോൾ നമ്മളെപ്പോഴും എന്താ ആ സിനിമയിലെ ആക്ടിങ്ങാണ് നോക്കുക, അല്ലാതെ ഒരുപാട് കോടികളുടെ കണക്കല്ല നമ്മൾ. സംഭവം ശരിയാണ്, സിനിമ എന്നൊരു വ്യവസായം ഒരു എന്താ പറയുക വലിയൊരു ഒരുപാട് പണം മുടക്കി ചെയ്യുന്ന സംഭവങ്ങളൊക്കെ, അതിലൊന്നും ഒരു സംശയം തർക്കവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ നോക്കുമ്പോഴും അഭിനയമാണല്ലോ മെയിൻ. ഈ അഭിനയത്തിൽ മമ്മൂക്കയെ കടത്തി വെട്ടാൻ ലാലേട്ടനോ പ്രേം നസീറിനോ കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതിന് എന്താ പറയുക, ഒരുപാട് ആൾക്കാർക്ക് അതിനുള്ള വിമർശനം ഉണ്ടാവും. നിങ്ങളായ അഭിപ്രായം പറയുക. കാരണം ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു, അത് മറ്റുള്ളവർക്ക് വേറെ രീതിയിൽ കാണാം. പക്ഷെ ഞാൻ പറഞ്ഞത് ആർക്കും ഒരു തെറ്റാണെന്ന് ആർക്കും അത് അഭിപ്രായം ഉണ്ടാവില്ല എന്ന് എനിക്ക് 100ൽ 110% ഉറപ്പുള്ള സംഭവമാണ്. എന്തായാലും എൻ്റെ ചെറിയൊരു അഭിപ്രായം ഞാൻ പറയാൻ ആഗ്രഹിച്ചു, അത് പറഞ്ഞു. നിങ്ങൾക്ക് ശരിയാണെങ്കിൽ നിങ്ങൾക്കത് സപ്പോർട്ട് ചെയ്യുക, അത് തെറ്റാണെങ്കിൽ നിങ്ങൾക്കതിനുള്ള മറുപടി പറയുക. സന്തോഷം. കാരണം എനിക്ക് പറയാനുള്ളത് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറയും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവുക. ഓക്കെ.